നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ ദൈവത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നവരാ. നമ്മുടെ രോഗം വരുമ്പം, സാമ്പത്തിക ഞെരുക്കം വരുമ്പം, ബന്ധീനങ്ങളിൽ നിന്നുള്ള അകൽച്ച വരുമ്പം, നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നാം പല വഴി തേടിപ്പോകുകയും ദൈവം മറുപടി പറയാൻ സാവകാശം അല്ലെങ്കിൽ താമസം വരുത്തിയാൽ ദൈവത്തിന് നേരെ പിറുപിറുക്കുകയും ചെയ്യുന്ന ജനം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണല്ലോ പല വിധത്തിലുള്ള ആത്മീയതകൾ ഘോഷിച്ചിരുന്ന ഒരുപാട് കൂടാരങ്ങൾ നമ്മുടെ ചുറ്റും ഉയർന്നു വന്നു. രോഗശാന്തി വേണോ, സാമ്പത്തിക ഞെരുക്കുന്ന പ്രതിസന്ധി വേണോ, കൈവച്ചാൽ നിങ്ങളുടെ ബോധം പോകണോ, ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയിൽ നിന്ന് മാറ്റം തരുന്ന ഒരുപാട് ആത്മീയ വ്യായാമങ്ങൾ നമ്മുടെ ഇടയിൽ കൂണുപോലെ മുളച്ചു വന്നു. പക്ഷെ ഈ പ്രതിസന്ധി അതിനും ഒരു ഉത്തരം തന്നു. ശാശ്വതമായ പരിഹാരം ആരിലേ ഉള്ളൂ? ദൈവത്തിലേ ഉള്ളൂ. ശാശ്വതമായ പരിഹാരം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനഃപൂർവ്വമായി ഈ വേദഭാഗം തന്നെ ഞാൻ ഇവിടുത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തത്. നഷ്ടങ്ങളിലേക്ക്, അപകടമായ ഒരു സാധ്യതയിലേക്ക്, ഒരു പശ്ചാത്തലത്തിലേക്കാണ് ധനികനായിരുന്ന ഏലീശായെ ഏലിയാവ് വിളിക്കുന്നത്. പക്ഷേ ഏലീശ നമ്മളെ പോലെ രണ്ടാമതൊന്ന് ചിന്തിച്ചില്ല. ഏലീശ എന്താ ചെയ്തത്? അവൻ വന്ന് ഏലിയാവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ. ഏലിയാവ് പറഞ്ഞ ഒറ്റവാചകമേ ഉള്ളൂ, ഗോ ആൻഡ് റിട്ടേൺ, പോയി മടങ്ങി വരിക. എന്താണ് ഏലീശ ചെയ്ത പ്രവൃത്തി? തിരികെ വരാനുള്ള എല്ലാ സാധ്യതകളെയും ഏലീശ നശിപ്പിച്ചു കളഞ്ഞു. ഇറങ്ങിപ്പുറപ്പെടുന്നത് അപകടകരമായ ഒരു മേഖലയിലേക്കാ. പക്ഷേ എന്തെല്ലാം പ്രതിസന്ധികൾ അവിടെ നേരിട്ടാലും യഹോവയുടെ പക്ഷത്തിൽ നിന്ന് ഒരു മടങ്ങിവരവ് എനിക്കുണ്ടാകരുത്. അതുകൊണ്ട് ഏലീശ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വേദപുസ്തകം ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അവൻ എന്ത് കർമ്മത്തിലായിരുന്നുവോ, അവൻ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നുവോ, ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന കാളയെ അറുത്ത് കലപ്പ് എരിച്ച് ഒരു വിരുന്ന് കഴിച്ചു. സുരക്ഷിതമായ സാഹചര്യത്തിൽ നിന്ന് തികച്ചും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പ്രവാചകൻ ഇറങ്ങി. ഇതാണ് ശിഷ്യത്വം. അതുകൊണ്ട് ഒന്നാമത്തെ സ്ഥലത്തെത്തിയപ്പോഴേ ചിലർ പറയും നമുക്ക് തിരിച്ചു പോകാം. എന്നെ കേൾക്കുന്ന പലരും ചിന്തിക്കും, ഒന്നാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ നമുക്ക് മതിയായി. ഗിൽഗാൽ, എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുവാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ഇടം. ആ സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ ആരംഭിക്കാൻ. ക്രിസ്തു തൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, താൻ വിളിച്ച ശിഷ്യന്മാരൊക്കെയും ആദ്യം ചെയ്ത നടപടി എന്താണ്? ഈ എടുത്തിയാട്ടമാണ്. ശിഷ്യന്മാരെയൊക്കെ വിളിച്ചപ്പോൾ അവർ ഏർപ്പെട്ടിരുന്ന മേഖലകളിൽ നിന്ന് ഉടനടി ഇറങ്ങിപ്പുറപ്പെടും. പക്ഷെ ചിലർക്കൊരു പ്രതിസന്ധി വെച്ച് എന്താ, വലയും വെള്ളവും കെട്ടിയിട്ടേച്ചാ പോകുന്നത്. അതുകൊണ്ട് ഒരു വേള അവർ തിരിച്ച് പടകിലേക്ക് പോകുന്നുണ്ട്. നമ്മെ ദൈവം വിളിക്കുമ്പം, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന വഴിയിൽ ഒരിക്കലും രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഒരിക്കലും ചിന്തിക്കരുത്, രോഗം തരുന്നവനറിയാം രോഗത്തെ മാറ്റിത്തരാൻ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് പലരും പിന്നെ എന്നെ വിളിക്കാറില്ല. പക്ഷെ എൻ്റെ വിശ്വാസം അതാ, എൻ്റെ ജീവിതത്തിൽ ഒരു മുടിനാഴ എണ്ണിയിരിക്കുന്ന ദൈവം തരുന്നതല്ലാതെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലല്ല. ആ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും. പിന്നെ എന്തിനാ ഞാൻ ഓടി നടക്കുന്നത്? പിന്നെ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവം വെച്ച് നീട്ടുന്ന വഴിയിൽ രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ എനിക്ക് അവകാശമില്ല. ഇതൊരു വലിയ വലിയ വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ ഉണ്ടാകണം. നമ്മുടെ സഭാ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെതായ പശ്ചാത്തലം വന്നപ്പം പല പള്ളികളിലും പരിധികൾ നിർണയിച്ചു, ആളുകളുടെ എണ്ണം കുറച്ചു. അത് ആളുകൾ വലിയൊരു സാഹചര്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നെ ഭാരപ്പെടുത്തുന്നതിൽ എന്താ? പണ്ടുകാലങ്ങളിൽ പള്ളിയിൽ കൃത്യമായി പോയിരുന്ന പ്രായമുള്ളവർ ഇപ്പോഴും പള്ളിയിൽ വരുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെവിടെ? ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറയുന്ന പല പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊരു വലിയ പ്രതിസന്ധി. എന്തുകൊണ്ടാ? നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ ദൈവം നടത്തുന്നില്ല എന്ന് പരാതിയാകാം ഇതിന്റെ പിന്നിൽ. അവിടെയാണ് ഒരിക്കൽ ഏഷ്യൻ യൂത്ത് കോൺഫറൻസിന്റെ ഒരു മോട്ടോ, എന്റെ തീമായിട്ട് അവർ കൊടുത്തത് ഒരു നല്ലൊരു ക്യാപ്ഷൻ ആയിരുന്നു. ഓ ഏഷ്യൻ യൂത്ത്, വേക്ക് അപ്പ്, ദ ഗ്രേസ് ഓഫ് മാർട്ടിയേഴ്സ് ഷൈൻസ് ഓൺ യു. ഏഷ്യൻ യുവത്വമേ ഉണരുക, രക്തസാക്ഷികളുടെ ചൈതന്യം നിങ്ങളിൽ പ്രകാശിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു മോട്ടോ നമ്മുടെ യൂത്ത് ലീഗിന് കൊടുത്ത
എത്ര പേര് ആ മീറ്റിങ്ങിൽ സംബന്ധിക്കും? രക്തസാക്ഷികളുടെ ചൈതന്യം നിങ്ങളിൽ. നമ്മുടെയും ക്ഷണമിതാ അപകടകരമായ സാഹചര്യങ്ങളിലേക്കാണ് ക്ഷണം. പക്ഷെ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. നമ്മെ കരുതുന്നവന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഏലീശായുടെ ആരംഭം മനോഹരമായിരുന്നു. അവൻ ഗിൽഗാലിൽ നിന്ന് ആരംഭിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, പുതുതായി എന്നെ ശക്തീകരിക്കുന്ന, എന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ച് ഞാൻ ഇറങ്ങുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ഈ ആരംഭം നിങ്ങൾക്കെല്ലാവർക്കും കുറിച്ച് തന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? പരിശുദ്ധ മാമോദീസായില്ല. ഇതിലെ 2 കർമ്മങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് ചെയ്യുന്നതാ. എല്ലാ കർമ്മങ്ങളും അർത്ഥവത്താ, പക്ഷേ വളരെ ഭംഗിയായി ഹൃദയത്തിൽ ഏറ്റെടുക്കണം. 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്റ്റാക്സിസ് ആൻഡ് സിൻടാക്സിസ് എന്ന് പറഞ്ഞാൽ അർത്ഥം സാത്താനെ ഉപേക്ഷിക്കുക, റിനൗൺസിങ് സൈറ്റൻ. 2 അഡ്ഹറൻസ്, സാത്താനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കുകയും ചെയ്യുന്ന കൂദാശയാണ് പരിശുദ്ധ മാമോദീസ. ഇവിടെ നമ്മൾ ചെയ്യുന്നതും ഇതാ. നീ എൻ്റെ ജീവിതത്തിൽ വെച്ച് നീട്ടുന്ന ഏത് വഴികളിലും ഞാൻ കൃത്യമായി നടക്കും. അതിനൊന്നു മാത്രം മതി, നിന്റെ കൃപ എന്നെ കാക്കണം, നിന്റെ ശക്തി എന്നോട് കൂടി ഉണ്ടായിരിക്കണം. എൻ്റെ ബലഹീനതയിൽ നിന്റെ കൃപ തെളിഞ്ഞു വരണം. അതുകൊണ്ട് ഈ ദൈവാലയത്തിലിരിക്കുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകട്ടെ, പ്രതിസന്ധി ഉണ്ടാകട്ടെ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകട്ടെ, ഇവിടെ വന്ന് ഈ പരിശുദ്ധന്റെ മണ്ണിലിരിക്കുമ്പം പ്രാർത്ഥിക്കേണ്ടത് ഇത് മാത്രമാ: ദൈവമേ, നീ വെച്ച് നീട്ടിയതിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ ബലഹീനനാ, എൻ്റെ ബലഹീനതയ്ക്ക് നീ താങ്ങായിരിക്കണമേ. നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ അഭ്യസിപ്പിക്കേണ്ടത് ഇത് മാത്രമാ. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു പോയതിന്റെ പ്രധാന കാരണക്കാര് മാതാപിതാക്കന്മാരാ. എന്താ പറ്റിപ്പോയത്? നിങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിൽ കുമ്പിടാൻ പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മക്കളെ ദൈവസന്നിധി നിങ്ങൾ കുമ്പിടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട് വരും. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് 100 മക്കൾ മരിച്ചു കിടക്കുന്നിടത്ത് ഗാന്ധാരി വന്ന് അത്രയും നാള് ഒത്തപ്പെട്ട കണ്ണ് തുണിയഴിച്ച് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്ന് ഈ അമ്മ കാണുന്നത് ഒരുപോലെ പട്ടുപോയ 100 മക്കളുടെ ശവശരീരമാണ്. ഇത് കണ്ട് ഗാന്ധാരി വളരെ മനംനൊന്ത് കൃഷ്ണനോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് 100 പേരിൽ ഒരാളെ, ഒരു മകനെ എൻ്റെ ശേഷക്രിയ ചെയ്യാനെങ്കിലും നിനക്ക് ശേഷിപ്പിച്ചുകൂടായിരുന്നോ? കൃഷ്ണന്റെ മറുപടി മഹാഭാരതത്തിലെ വലിയൊരു സന്ദേശമാണ്. മറ്റൊന്നുമല്ല, കൃഷ്ണൻ പറയുന്നു, അമ്മയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത മക്കളെ ഈശ്വരനും രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരമ്മയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത മകനെ ഈശ്വരനും രക്ഷിക്കാൻ പറ്റും. നമ്മളെന്താ ചെയ്യുന്നത്? കടയ്ക്ക് കൊണ്ടുവന്ന് വളം വെക്കാൻ പോവുക. ചൊവ്വായിട്ട് വളർത്തിയില്ല, പള്ളി കൊണ്ടുപോയില്ല, ആരാധനയെ സംബന്ധിപ്പിച്ചില്ല, വേദപുസ്തകം വായിച്ചു കേൾപ്പിച്ചില്ല, വേദപുസ്തകം വായിപ്പിച്ചില്ല. എന്നിട്ട് വന്നിട്ട് 18ാമത്തെ വയസ്സിൽ അവൻ വഴിപഴിച്ചു പോകുമ്പം എല്ലാ അമ്മയപ്പന്മാരും വന്ന് അച്ഛനോട് പറയും: അച്ഛാ, 12 തിരി തരാം, 1 കിലോ കുന്തിരിക്കം തരാം, 2 കിലോ വെളിച്ചെണ്ണ തരാം, മകൻ തിരിച്ചു വരണം. ഇതാണ് വിഫലമാകുന്ന പ്രാർത്ഥന. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ ശുഭാരം കുറിച്ചിരിക്കുന്നവനെ ദൈവസന്നിധിയിൽ അഭ്യസിപ്പിക്കണം. അതിന് നമ്മുടെ യാത്ര ഗിൽഗാലിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. 2, ബഥേലിൽ കൂടി കടക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ബഥേൽ നാം പരിചയപ്പെടുന്നത് എവിടെയാ? 2 സഹോദരന്മാർ, ഗോത്രപിതാവായ യാക്കോബും അവന്റെ സഹോദരനായ ഏശാവും. 2 സഹോദരന്മാർ. യാക്കോബ് തന്ത്രശാലിയായിരുന്നു. അപ്പന്റെ അനുഗ്രഹത്തെ ജ്യേഷ്ഠനറിയാതെ അമ്മയുടെ സഹായത്തോടുകൂടി അപഹരിച്ചെടുത്തവനാ. അപഹരിച്ചെടുത്ത അനുഗ്രഹം കൊണ്ട് യാക്കോബ് ആദ്യം ഓടുന്നൊരു ഓട്ടമുണ്ട്. ഓടി ഓടി തളർന്ന് ഒരു സ്ഥലത്ത് അവൻ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുന്ന സ്ഥലത്ത് അവനൊരു സ്വപ്നം കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു ഗോവണി. ആ ഗോവണിയിൽ സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവൻ ഉറക്കമുണർന്നു, പറയുന്നു, ഇത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമല്ലാതെ മറ്റൊന്നല്ല. അവനൊരു കല്ലെടുത്ത് അവിടെ നാട്ടി അതിന് ബഥേൽ എന്ന് പേര് പറഞ്ഞു. ഏലിയാവ് ഏലീശായെ കൊണ്ടുപോയ 2ാമത്തെ സ്ഥലം ഇതാ, ബഥേൽ. അവിടെ ചെന്നിട്ട് ഏലിയാവ് പറയുന്നുണ്ട്: നീ ഇവിടെ താമസിച്ചോ,
യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുക, അതുകൊണ്ട് നീ ബഥേലിൽ പാർത്തോ. രണ്ടാമത് കൂട്ടിക്കൊണ്ടുപോയ സ്ഥലം എലീശ പറഞ്ഞു, യഹോവയാണ്, ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. എന്തിനാ ബഥേലിൽ കൊണ്ടുപോയത്? എ ഡിസയർ ഫോർ ഗോഡ്സ് പ്രസൻസ്. നമ്മളൊരു കൂദാശിയിൽ ചൊല്ലാറുണ്ട്, കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും. ഈ പള്ളിയിൽ വന്നിരിക്കുമ്പം നിങ്ങൾ അനുഭവിക്കുന്ന എന്തെന്നില്ലാത്തൊരാശ്വാസമുണ്ട്. നിങ്ങളുടെ മുഖത്ത് നിന്നത് വായിക്കാം. എന്താ അതിൻ്റെ കാരണം? നമുക്കറിയാം, ഇവിടെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ രുചിച്ചറിയുന്നുണ്ട്. ഒരു ശിഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കേണ്ട അവൻ്റെ വാഞ്ച എന്താണെന്ന് ചോദിച്ചാൽ ഇതാ, എ ഡിസയർ ഫോർ ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള അഭിവാജ്യമായ ഒരു വാഞ്ച, ആഗ്രഹം. ഇത് ഏലിയാവ് ഏലീശയെ പഠിപ്പിക്കുന്നതിന് ബഥേലിൽ കൂടി കൊണ്ടുപോയി. ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നാമും അപാരമായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിലെ ജനം വീണ്ടും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെ പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല, യഹോവയുടെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ടായിരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും. അവിടെ പറയുന്നു, യഹോവയുടെ കൂടാരം അവരുടെ മധ്യേ അടിക്കണം, അതിന് ചുറ്റും പാളയം സ്ഥാപിക്കണം. അവരുണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്നത് എന്തിലായിരുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. പക്ഷെ ഒരു വേള അവർ സ്വസ്ഥമായി ജീവിതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എപ്പോഴും ഞങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം തരുന്നില്ല. അതുകൊണ്ട് ഒരു ദേവാലയം പണിയാം, നീ അവിടെ ഇരുന്നോ, ഞങ്ങൾക്ക് വല്ല ആവശ്യവും വരുമ്പോൾ ഞങ്ങൾ അവിടോട്ട്. അതുകൊണ്ടാ നമ്മുടെ ദേവാലയങ്ങൾ പലപ്പോഴും ഒരു ഞായറാഴ്ചക്കടയായി അധപ്പതിച്ചു പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പള്ളിയിൽ പ്രസംഗിച്ച് പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങൾ ഒരു 12 മണിയാകുമ്പം നിങ്ങൾ നിങ്ങളുടെ ഇടവക പള്ളിയിലേക്ക് ചെല്ലുക, സെമിത്തേരി അതിനേക്കാൾ സജീവമാകും. കാരണം എന്താ? 1.5 മണിക്കൂറത്തെ ഒരു ഞായറാഴ്ചക്കടയായി മാത്രം നമ്മുടെ പള്ളികളെ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇതൊരു വലിയ പ്രതിസന്ധിയാ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നാം ഏറ്റെടുക്കേണ്ടുന്ന ഒരു വാഞ്ച, ആഗ്രഹം ഇതാണ്, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടാകണം. എന്നെ സംരക്ഷിക്കുന്നവനായ, എന്നെ കരുതുന്നവനായ, എൻ്റെ ബലഹീനതയെ താങ്ങുന്നവനായ ദൈവത്തിൻ്റെ സഹിത്വം എനിക്കുണ്ടാകണം. ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന PM നായർ അദ്ദേഹത്തെക്കുറിച്ചൊരു അനുഭവം എഴുതുന്നുണ്ട്. അബ്ദുൽ കലാം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് VIP ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചായ സൽക്കാരം ക്രമീകരിച്ചു. വൈകിട്ട് 5 മണിക്കാണ് ചായ സൽക്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ഒരു ഓപ്പൺ ഗാർഡനിലാണ് ക്രമീകരിച്ചത്. പക്ഷേ സമയം അടുക്കാറായപ്പം എവിടെ നിന്നറിയാത്ത ഒരു വലിയ മഴക്കാറ്, മേഘമൊക്കെ ഇരുണ്ട് വലിയൊരു മഴയുടെ ഒരു സൂചന അവിടെ ഉരുത്തിരിഞ്ഞു. PM നായർ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു. കാരണം ഈ നിമിഷം കൊണ്ട് ഇനിയും മാറ്റിയൊരു സ്ഥലം നിർണ്ണയിക്കുക പ്രയാസമാണ്. അദ്ദേഹം വന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു, മഴ പെയ്യാനാ സാധ്യത, മഴ പെയ്യും നിശ്ചയം, നമ്മൾ എന്ത് ചെയ്യും? അബ്ദുൽ കലാം പറഞ്ഞു, താങ്കൾ പേടിക്കണ്ട, പൊക്കോ. PM നായർ ഓർത്തു, ഈ മനുഷ്യൻ എന്താ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത്? നിരാശനായി ഈ സെക്രട്ടറി മടങ്ങിയപ്പം ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഈ മനുഷ്യനെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ നായർ, താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ മുകളിലുള്ളവനോട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ പറയുകയാണ്, ഞാൻ എൻ്റെ മുകളിലുള്ള ഒരുവനോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഫോർ ദ ഹയസ്റ്റ് there is a higher. എല്ലാത്തിനും മീതെ നമുക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകം പ്രതിസന്ധികളിലും അഗ്നിയുടെ ചൂഴലിലും സിംഹത്തിന്റെ കുഴിയിലും കിടക്കുന്ന ദാനിയേൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ അധികാരങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമാകത്തില്ല. We have a desire for this God's protection presence. ദൈവത്തിന്റെ പരമമായ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാകണം. ഇത് മാത്രം ആഗ്രഹിച്ചവരായിരുന്നു വേദപുസ്തകത്തിൽ നാം പരിചയപ്പെട്ട ഭക്തരായ മനുഷ്യരൊക്കെയും. അതുകൊണ്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പം
തോംസൺ ബേക്കറി കയറി കഴിക്കുമ്പം ഈ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടമായി പോകരുത്. ഇവിടെ നിന്ന് ഏറ്റെടുക്കണം, അത് നിങ്ങളിൽ വസിക്കണം, വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണം. ഈ ഒരു അനുഭവത്തിലേക്ക് ബഥേൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു അനുഭവത്തിലേക്ക് ബഥേൽ നമ്മെ ഉറപ്പിക്കുന്നുണ്ട്. എ ഡിസയർ ഫോർ ഗോഡ്സ് പ്രൊട്ടക്ഷൻ. ഒന്നാമത് പറഞ്ഞു ഗിൽഗാൽ, എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. പഴയകാല ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്താൻ. ഇപ്പൊ നമ്മൾ 50 നോമ്പെടുക്കുക, കുറച്ച് പാതിയും കഴിഞ്ഞു, കുറച്ചും കൂടെ കഴിഞ്ഞു. ഇത്രയും ദിവസമായപ്പം നോമ്പെടുക്കുന്ന ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടായി, ഓ ഇത്രയും ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് എന്തോ പറ്റും, എന്നെ പോലെ വള്ളി പോലാകുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും. അവിടെയാണ് ഈ പരിശുദ്ധിന്റെ ഒരു ലുത്തിനിയ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ആത്മാവിനെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ഇത് ഏറ്റെടുക്കാൻ കഴിയാത്തടത്തോളം കാലം എത്രമാത്രം കബറുമുത്തിയാലും ഒരു അനുഗ്രഹവും നേടിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകത്തില്ല. ഈ തിരുശേഷിപ്പുകളെ മുത്തുമ്പം ഈ വെല്ലുവിളി ഈ മഹാപരിശുദ്ധൻ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ വരുമ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു ഭാരം എൻ്റെ വൈദിക ജീവിതത്തിലും എനിക്കുണ്ടാകാറുണ്ട്. തിരുമേനിയുടെ മുമ്പിൽ നിൽക്കുമ്പം, ഞാൻ എൻ്റെ ആത്മാവിനെ സ്ക്രീൻ ചെയ്യുമ്പം തിരുമേനിയുടെ തിരുശേഷിപ്പിനെ മുത്തിയ എനിക്ക് എത്ര കണ്ട അവിശുദ്ധിയെ മുത്താൻ സാധ്യമാക്കിയിട്ടുണ്ടെന്നൊരു സ്വയപരിശോധന. അതുകൊണ്ട് ഈ ദൈവസഹിത്വത്തെ ഏറ്റെടുക്കാൻ നമുക്കിടയാകണം. ഈ ഗുരു ശിഷ്യനെ മൂന്നാമത് കൊണ്ടുപോകുന്നു. ബഥേലിലായിരിക്കുന്നവനോട് പറഞ്ഞു, യഹോവ എന്നെ യെരിഹോവിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. യെരിഹോവിൽ ചെന്നിട്ട് എലീശയോട് ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, ഇവിടെ കൊണ്ട് നിർത്തിക്കോ. പക്ഷെ ഏലീശ പറഞ്ഞു, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ തികയില്ല. എന്തെങ്കിലും ചിലത് കിട്ടിയത് കൊണ്ട് എൻ്റെ ക്രൈസ്തവ ജീവിതം ഞാൻ അവസാനിപ്പിക്കത്തില്ല. അതാ പറയുന്നത്, നമ്മള് ഭിക്ഷക്കാരേക്കാൾ കഷ്ടമായി പോയി അല്ലേ? നമ്മൾ ചോദിക്കുന്ന ചെറുത് കിട്ടുമ്പോഴേ മതിയെന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഒരു കഥയുണ്ട്. ഒരിടത്തൊരു ദരിദ്രനാരായണനുണ്ട്, അവനൊരു പശുവുണ്ട്. ആ പശുവിന് ഒരു തൊട്ടി ഈ ഗോതമ്പ് കൊടുത്താൽ ആ പശു 2 ഗ്ലാസ് പാലവന് കൊടുക്കും. അവൻ എവിടുന്നേലും ഈ ഗോതമ്പ് സമാഹരിക്കും, പശുവിന് കൊടുക്കും, പശുവിൻ്റെ 2 ഗ്ലാസ് പാല് കുടിക്കും, അതുകൊണ്ട് ജീവിക്കും. അവന് വളരെ പ്രയാസത്തിൽ പോകുമ്പോൾ ഒരു ദിവസം അവൻ്റെ കുഞ്ഞ് കിണറ്റി വീണ് മരിച്ചുപോയി. ആ പ്രതിസന്ധിയിൽ ഇരിക്കുക. ആ കുഞ്ഞിന് കൊടുക്കാൻ പോലും വേറൊന്നുമില്ലാതെ പ്രതിസന്ധിയിലിരുന്നപ്പോഴാണ് ഈ കുഞ്ഞ് കിണറ്റി പോകുന്നത്. ആ പ്രതിസന്ധിയിലൊക്കെ ഇരുന്ന് അവൻ വല്ലാതെ ദൈവത്തോട് നിലവിളിച്ചു. അവന്റെ മുമ്പിൽ കുബേരൻ പ്രത്യക്ഷപ്പെട്ടു, സമ്പത്തിന്റെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവനോട് ചോദിച്ചു, നീ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്കിപ്പം സാധിച്ചു തരാം. ഈ ദരിദ്രൻ നാരായണൻ കുബേരന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 കൊട്ട ഗോതമ്പ് തരണം. കുബേരൻ വല്ലാതെ കുലുങ്ങിച്ചിരിച്ചിട്ട് 2 കൊട്ട ഗോതമ്പ് കൊടുത്തിട്ട് മാഞ്ഞു പോയെന്ന. ഇതൊരു ചെറിയ നിസാരമായൊരു കഥയാണ്. നമ്മുടെ പലരുടെയും പ്രാർത്ഥന ഇതുപോലെയാ. ദൈവത്തെ പരിമിതപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവം ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് എലീശ പറഞ്ഞു, ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കത്തില്ല, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല. അവരെവിടേക്ക് പോയി? യെരിഹോവിനെ അഭിമുഖീകരിച്ചു. വേദപുസ്തകത്തിൽ ശക്തമായ കോട്ടകളാൽ നിർമ്മിതമായിരുന്ന പട്ടണമായിരുന്നു ഇവിടം യെരിഹോവ. യെരിഹോവിനെ അഭിമുഖീകരിക്കുവാൻ യോർദാൻ കടന്ന ജനം ഫസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് ഉറ്റുനോക്കുന്നുണ്ട്. യോശുവയുടെ നേതൃത്വത്തിലുള്ള ജനം ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം. അവിടെയാണ് മനോഹരമായൊരു ഭാഗം യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഫസ്റ്റ് ബേസ് ക്യാമ്പിലിരിക്കുന്ന യോശുവയുടെ മുൻപിൽ യോശുവ ഒരു ദർശനം കണ്ടു. എന്താ? വാളൂരി പിടിച്ചിരിക്കുന്ന ഒരു ദൂതൻ. യോശുവ വലിയ തട്ടുമുട്ടുമില്ലാതെ ഈ ദൂതന്റെ അടുക്ക ചെന്നിട്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? ഇതറിഞ്ഞിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. യോശുവയുടെ ഈ ചോദ്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം കിടപ്പുണ്ട്. നീ ഞങ്ങളുടെ പക്ഷക്കാരനോ, അതോ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവനോ, അതോ ശത്രുപക്ഷത്തിന് വേണ്ടിയിട്ടോ? ആദ്യ ദൂതൻ മിണ്ടുന്നില്ല. രണ്ടാമത് പറയുന്നു, ഞാൻ നിന്റെ പക്ഷക്കാരനുമല്ല ശത്രുപക്ഷക്കാരൻ, ഞാൻ ദൈവത്തിന്റെ സേനയുടെ അധിപതി. ഇത് വലിയൊരു പാഠമാണ്. നമ്മളെപ്പോഴും ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവം സഹായിക്കുന്ന ഒരു സഹായകൻ മാത്രമായിട്ട് നിൽക്കുന്നുവെന്ന് അല്ല, ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമെടുക്കുന്നവനാണ്. അതുകൊണ്ടാണ്
യോശുവയുടെ പുസ്തകത്തിൽ യെരിഹോവിനെ ജനം അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാ? യഹോവ പറയുന്നുണ്ട്, യോശുവയെ നീ മറ്റൊന്നിലും ഭാരപ്പെടണ്ട. നിന്റെ സ്വന്തം പ്ലാനോ നിന്റെ സ്വന്തം ശക്തിയോ നിന്റെ യുദ്ധ തന്ത്രങ്ങളോ ഒന്നും ഇവിടെ വേണ്ട. ഞാൻ നിന്നോട് പറയുന്ന ക്രമീകരണം മാത്രം നീ ചെയ്താൽ മതി. നീ നിന്റെ യുദ്ധവീരന്മാരെയൊക്കെയും ഇറക്കണം, യഹോവയുടെ പെട്ടകം എടുക്കണം, പുരോഹിതന്മാർ കാഹളം കയ്യിലെടുക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ശക്തമായ ഈ യെരിഹോ മതിലിന് ചുറ്റും 6 ദിവസം നിങ്ങൾ ചുറ്റണം. നമ്മളാണേ പറഞ്ഞതിനെ വേറെ വല്ല പണിയും നോക്ക. കാരണം വളരെ ശക്തമായ ഒരു കോട്ട തകർക്കാൻ യഹോവയുടെ പ്ലാൻ എന്താ? മനുഷ്യന്റെ ബുദ്ധിയെ അസ്തമിപ്പിക്കുന്ന ഒരു പ്ലാനാ, മനുഷ്യന്റെ ബുദ്ധിക്ക് ഒട്ടും നിരക്കാത്തൊരു പ്ലാനാ. യഹോവ പറഞ്ഞു, പുരോഹിതന്മാർ കാഹളം എടുക്കണം, യഹോവയുടെ പെട്ടകം എടുക്കണം, യുദ്ധവീരന്മാരും ജനവും പെട്ടകത്തിന് പിന്നാലെ നടക്കണം. 6 ദിവസം നിങ്ങൾ ചുറ്റണം, ഒരു ശബ്ദം പോലും നിങ്ങൾ ഉന്നയിക്കരുത്. പക്ഷെ നമ്മളെ പോലെ ശങ്കിച്ചെന്നില്ല. യോശുവ പറഞ്ഞു, എഴുന്നേൽക്ക, നടക്ക്. 6 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, 7-ാം ദിവസം നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണം, 7 വട്ടം കോറ്റയ്ക്ക് ചുറ്റണം, പുരോഹിതന്മാർ കാഹളമൂതണം, കാളകവളം ഊതുമ്പം ജനമൊക്കെയും ഒരുമിച്ച് ആർപ്പിടണം. യഹോവ പറഞ്ഞതുപോലെ തന്നെ ജനം ചെയ്തു. ജനം ആർപ്പിട്ടപ്പോൾ, പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ മരടിലെ ഫ്ലാറ്റ് വീണതുപോലെ ഡിമോളിഷ് ചെയ്തു. ആര്? ദൈവം. അതുകൊണ്ട് എലീശായെ യെരിഹോവിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിന്റെ സ്വന്തം ശക്തി കൊണ്ട് നീ ഒന്നും ചെയ്യാൻ മുതിരണ്ട. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പ്ലാൻ എന്താ? നമ്മുടെ സ്വന്തം പ്ലാനാ. പരിശുദ്ധ ദൈവമാതാവ് നമ്മളിൽ എല്ലാവരിലും പ്രധാനിയായി രക്തസാക്ഷികളിലും വിശുദ്ധന്മാരിലും പ്രഥമസ്ഥാനം അണിഞ്ഞതിന്റെ പ്രധാന കാരണം എന്താ? അവൾ ദൈവസന്നിധി പറഞ്ഞു, എൻ്റെ ഇഷ്ടം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ പദ്ധതി നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ഇതെല്ലാം കൂടെ സംഗ്രഹിച്ച ഒരു വാചകമാ അവൾ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അതുകൊണ്ട് പരിമലത്തിനുമേലിന്റെ കയ്യെ പിടിച്ച് നമ്മൾ 3ാമത് പോയ സ്ഥലം എവിടാണ്? യെരിഹോവ. യെരിഹോവിലൂടെ ദൈവം പഠിപ്പിച്ചത് എന്താണ്? മറ്റൊന്നുമല്ല, നിന്റെ സ്വന്തം ശക്തിയോ നിന്റെ സ്വന്തം പദ്ധതിയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ ഉതകുന്നതും പലപ്പോഴും ഞങ്ങൾ വൈദികർ ശ്രമിക്കുന്നതും അതാ, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യണം. വെറുതെയാ. ദൈവമേ, നിന്റെ വൻകാര്യങ്ങൾ എന്നിലൂടെ പ്രവർത്തിക്കാൻ എന്നെ ശക്തനാക്കണമെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ലെന്ന് പറയുന്നതും ദൈവസന്നിധിയിലെ പോകുന്നതല്ല. എന്ത് പറയണമെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചു. എന്താ അദ്ദേഹം പ്രാർത്ഥിച്ചത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. യെരിഹോവ് പഠിപ്പിച്ച പാഠം മറ്റൊന്നുമല്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര ശക്തമായ കോട്ടകളും എൻ്റെ മുൻപാകെ പൊടിയോട് സമമാകും. ഏത് വലിയ പ്രതിസന്ധികളുമാകട്ടെ, ചെങ്കടലാകട്ടെ, ഏത് വലിയ തീച്ചൂളയുടെ ഗർത്തങ്ങളുമാകട്ടെ, ഞാൻ ഭയപ്പെടാതെ എൻ്റെ കാല് മുന്നോട്ട് തന്നെ വെക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രംഗമുണ്ട്. ശിഷ്യന്മാരോടൊക്കെ കർത്താവ് പറഞ്ഞു, പടകിൽ കയറി അക്കരെ പൊക്കോ. പടകിൽ കയറി അക്കരെ പോയ ശിഷ്യന്മാര് കാറ്റും കടലിന്റെ വല്ലാത്ത ഭീകരമായ മുഖം കണ്ടപ്പം വല്ലാതെ പ്രതിസന്ധിയിലായി. കടലിന് മീതെ നടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് പത്രോസും ശിഷ്യന്മാരും ആദ്യം ഭയപ്പെട്ടു, പിന്നീട് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ പത്രോസ് പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക്, ഞാൻ നിന്റെ അടുക്കലോട്ട് നടന്നു വരും. ഇവന്മാരൊന്ന് കാണട്ടെ, ഞാൻ എല്ലാവരെക്കാളും മികച്ചവനാണെന്ന് കൂടെയുള്ളവനും അറിയട്ടെ. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനായതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നീ വാ. പക്ഷേ പടകിൽ നിന്നിറങ്ങി പത്രോസിന് 2 ചുവട് അപ്പുറം വെക്കാൻ സാധിച്ചില്ല. കടലിൽ താഴ്ന്നു പോയ പത്രോസിന്റെ കയ്യെ കർത്താവ് പിടിച്ചിട്ട് പറയാതെ പറയുന്നൊരു വാചകമുണ്ട്, ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചത് ഒന്നും കേട്ടില്ലെങ്കിലും ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. പത്രോസിനോട് കർത്താവ് പറഞ്ഞത് നമ്മളോടുള്ള വാചകമാ. പടകിൽ നിന്ന് കാറ്റും കോളുമടിക്കുന്ന കടലിൽ ഇറങ്ങി നടക്കുന്നതല്ല ഭക്തി, മറിച്ച് കാറ്റും കോളുമുള്ള ഈ കടലിന്റെ മധ്യേയും നിന്റെ പടകിൽ
ശാന്തമായി നിനക്ക് ഇരിക്കാൻ കഴിയുന്നതാ. പറഞ്ഞത് തലയിലോട്ട് കയറിയോ? കടലിന് മീതെ നടക്കുന്നതല്ല. അവിടെയാ നിങ്ങളെപ്പോലുള്ള സ്ത്രീകള് വിരുദ്ധകളാണല്ലോ. ആദ്യം വന്നിട്ട് പറയാം, അച്ഛാ അവിടെ പോയി പ്രാർത്ഥിച്ച അനുഗ്രഹം അച്ചട്ടാ അല്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെയൊക്കെ കാരണം? നമ്മുടെ ആഗ്രഹം ഈ കടലിന് മീതെ നടന്നൊരത്ഭുതം കാണണം. എന്നാൽ ഭക്തരായ മനുഷ്യരോട് ദൈവം പറഞ്ഞതും അവരനുസരിച്ചതും മറ്റൊന്നുമല്ല. കടലിന് മീതെ നടന്ന് ഞങ്ങൾക്കൊരു അത്ഭുതവും കാണണ്ട. ഞങ്ങളുടെ പടകിൽ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും ശാന്തമായി ഞങ്ങൾക്കിരിക്കാൻ കഴിഞ്ഞാൽ മതി. ഇതാകണം നമ്മുടെ ആത്മീയ ജീവിതം. ഇതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ ആത്മീക യാത്ര. യെരിഹോ നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവ പദ്ധതിക്ക് നീ വിധേയപ്പെട്ട് കൊടുക്കാം. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അവസാനത്തെ വലിയൊരു നാഴികക്കല്ലും കൂടെ കടക്കാൻ പോവുക. ഏലിയാവ് പറഞ്ഞു, നീ ഇത്രയും നേരം പോകുന്നത് ശരി, ഇനി ഇവിടെ നിർത്തിക്കോ. എന്നെ യഹോവ യോർദാനിലേക്ക് വഴി നടത്തുന്നു. എലീശ പറഞ്ഞു, പോരാ, എനിക്ക് പോരാ. യഹോവയാണ്, ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. യോർദാന്റെ മുൻപാകെ ചെല്ലുന്നതിന് മുമ്പ് ഏലിയാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എലീശായോട്, നിനക്കെന്ത് വേണം? കാരണം ഇവന്റെ നിൽപ്പും പഠിത്തയും കണ്ടപ്പം ഏലിയാവിന് മനസ്സിലായി ഇവനെ വെറുതെ വിടാൻ. ബാക്കി ഓരോ സ്പോട്ടിലും നിങ്ങൾ നോക്കിക്കോണം, അത് ഹോംവർക്കായിട്ട് തന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു, യഹോവ ഏലിയാവിനെ എടുക്കാൻ പോകുക, നീ ഇവിടെ നിന്നോ. പക്ഷെ എലീശ 50 പേരുടെ വാക്ക് കേട്ടില്ല. എലീശ പറഞ്ഞു, ഞാൻ പോകും. അതുകൊണ്ട് ഏലിയാവിനറിയാം ഇവൻ വെറുതെ തിരികെ പോകത്തില്ല. ഏലിയാവ് ചോദിച്ചു, നിനക്കെന്ത് വേണം? അവൻ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് വേണം. ഏലിയാവ് പറഞ്ഞു, അത് വെറുതെ കിട്ടുന്ന ഒരു സംഗതിയല്ല. എന്ത് ചെയ്യണം? ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. ഒടുവിൽ ഇവര് പോകുന്നുണ്ട്. യോർദാന്റെ മുൻപാകെ ചെന്ന് ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് യോർദാനെ അടിക്കുന്നു. യോർദാൻ ദൈവപുരുഷന് വേണ്ടി 2 ചിറ പോലെ മാറി നിന്നു കൊടുത്തു. ഇത് കണ്ട് ഇവര് 2 പേരും അക്കരെ കടന്നു. യോർദാൻ തന്റെ പൂർവ്വസ്ഥിതിയിൽ വരികയും ചെയ്തു. ഏലിയാവിനെ അഗ്നിരഥങ്ങൾ വന്ന് ഏലിയാവിന് സ്വർഗത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ടു നിന്ന ശിഷ്യൻ ഏലിയാവിന്റെ പുതപ്പ് അവന്റെ മേൽ വീഴുകയും ചെയ്തു. അവൻ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താണെന്നറിയാമോ? തന്റെ വസ്ത്രം കീറി. എല്ലാം പരിപൂർണമാക്കുവാൻ വേണ്ടി തന്റെ വസ്ത്രം കീറി. അവൻ എന്ത് ചെയ്തു? അവൻ തിരികെ തൻ്റെ ജനത്തിൻ്റെ ഇടയ്ക്കിലേക്ക് പോരുവാനായിട്ട് യൂടേൺ എടുക്കുക. അവിടെയാണ് യഥാർത്ഥ പഠനത്തിൻ്റെ വൈവ ആരംഭിക്കുന്നത്. എൻ്റെ MGH എൻ്റെ വാർഡൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നിരിപ്പുണ്ട്. ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു സമയമാണ് എന്ത്? വൈവ. അതുകൊണ്ട് ഏലിയാവ് ഇത്രയും നാൾ പോയി എന്നുള്ളത് ശരിയാ. ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഈസി, പുറകെ നടക്കാൻ എളുപ്പമാണ്. പക്ഷേ നേടിയെടുത്തോ എന്ന ചോദ്യത്തിന് ഫലപ്രദമായി മറുപടി പറയാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഏലിയാവ് എന്ത് ചെയ്തു? യോർദാന്റെ മുൻപാകെ വന്നപ്പം യോർദാൻ പൂർവ്വസ്ഥിതിയിലാ. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൻ്റെ ഗുരുവിന്റെ തിരുശേഷിനെ കയ്യിലെടുത്തിട്ട് ഏലീശ യോർദാനോട് അടിച്ചിട്ട് പറയുന്നു, എൻ്റെ ഏലിയാവിന്റെ ദൈവം എവിടെ? ഈ തിരുശേഷിപ്പിനെയും ഈ വിശുദ്ധിയെയും ഈ ശക്തിയെയും ആർജിച്ച ഏലീശയുടെ മുൻപിൽ സൃഷ്ടി പിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം ഇതാ ഇവിടെ. ഇതാണ് യഥാർത്ഥ ആത്മീക ജീവിതം. ഗുരു നടന്ന പാതയിലൂടെ നടക്കാൻ. പരിമലത്തിരുമേനിയുടെ ചെരുപ്പ് നമ്മുടെ പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് അതിനെ ധൂപം വെക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു, വണങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് തവണ നമ്മളെ മുത്തിട്ടുമുണ്ട്. പക്ഷേ തിരുമേനി നടന്നതുപോലെ നടക്കാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ യോർദാൻ പറയും, നീ ആരാ? ഈ ചോദ്യത്തിന്റെ മുൻപാകെ ലജ്ജിതനായി ഞാനും നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഏലീശായ്ക്ക് കിട്ടിയ മറുപടി നമുക്കുണ്ടാകണം, എൻ്റെ ഏലിയാവിന്റെ ദൈവം എവിടെ? യോർദാൻ പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം ഇവിടെയുണ്ട്. പിന്നീട് ഇവന്റെ ഈ ടെസ്റ്റുകൾ തീരുന്നില്ല. വീണ്ടും അവൻ വരുന്നത് യെരിഹോവിലേക്കും ബഥേലിലേക്കും കൂടെയൊക്കെയാണ് വരുന്നത്. അവിടെയൊക്കെ വരുമ്പം വീണ്ടും വീണ്ടും ഒരുപാട് പരിശോധനയുടെ അനുഭവങ്ങൾ വീണ്ടും എലീശായ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഗർഭനാശകമായ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു? ഈ ശക്തിയിൽ ഉപ്പിട്ട് ഗർഭനാശകമായ വെള്ളത്തെ ശുദ്ധീകരിച്ചു. അവിടെയും പറയുന്നു മറ്റൊന്നല്ല, നിന്റെ തിരുത്തൽ എവിടെ ആരംഭിക്കണം? നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. നമുക്ക് എളുപ്പമാണ്,
നിങ്ങളോടിപ്പോൾ പറയുക, എന്നെ അധികം പരിചയമില്ലാത്തവരാ ഇവിടെ പറയുക, ഈ അച്ഛനെ പറ്റി ഒരു 5 കുറ്റം എഴുതി തരാൻ പറഞ്ഞാൽ ഒരു 10 എണ്ണമെങ്കിലും കുറഞ്ഞത് എൻ്റെ ഇത്ര നേരത്തെ പ്രസംഗത്തിൽ എന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാം. നിങ്ങളെ എനിക്കൊരു പരിചയമില്ലെങ്കിൽ നിങ്ങളുടെ ഇരിപ്പും പഠിത്തയും കാണുമ്പം ഞാൻ വേണേൽ ഒരു 20 എണ്ണം എഴുതി തരാം, എളുപ്പമാണ്. പക്ഷെ ഞാൻ എന്നെ നോക്കുകയും എൻ്റെ ജീവിതത്തെ പരിശോധിക്കുകയും ചെയ്യുന്നിടത്ത് എന്നെ കണ്ടെത്തുന്ന ആ ഒരു അനുഭവമാണ് യഥാർത്ഥ ആത്മീക യാത്ര. അതുകൊണ്ട് ഈ മഹാഗുരുവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ധ്യാനം നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിച്ചത് മറ്റൊന്നുമല്ല. ഒരു ഗുരു തൻ്റെ ശിഷ്യനെ വിളിച്ച് അവനെ നടത്തിക്കൊണ്ടുപോയ ചില ഇടങ്ങളിലൂടെയാണ്. അവനെ ഒന്നാമത് കൊണ്ടുപോയത് എവിടേക്കാ? മാസ്ക് വെച്ചതുകൊണ്ട് ഉത്തരം കിട്ടത്തില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ പറയാം, ഗിൽഗാലിൽ ആരംഭിച്ചു. എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. പഴയതിനെ ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതുതാക്കപ്പെട്ട് നീ ആരംഭിക്കണം. ശുഭാരംഭത്തിന്റെ ഇടം അത് നമ്മുടെ മാമോദീസ തൊട്ടിയാ. അതിനുള്ള അവസരം പിതാക്കന്മാർ നമുക്ക് തന്നു, മാതാപിതാക്കന്മാർ തന്നു. അഭ്യസനം നേടിയെടുക്കാൻ നമുക്ക് പല മാർഗങ്ങളുമുണ്ട്. അതിൽ വളരുന്നുണ്ടോ എന്നൊരു ചോദ്യം. 2, ബഥേലിൽ കൂടി കടന്നു. എ ഡിസയർ ഫോർ ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ തീക്ഷ്ണമായ ആഗ്രഹം. 3, യെരിഹോവിനെ അഭിമുഖീകരിക്കണം. എൻ്റെ സ്വന്തം പദ്ധതിയോ എൻ്റെ സ്വന്തം ശക്തിയോ അല്ല, ദൈവത്തിൻ്റെ ശക്തി എന്നെ വഴി നടത്തും. അവസാനമായി നാം ധ്യാനിച്ചത് മറ്റൊന്നുമല്ല, യോർദാൻ കടക്കണം. ഇറ്റ് ഇസ് എ പ്രീഫിഗറേഷൻ ഓഫ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. ഒരു നിഴലാണ്, മരണ പുനരുദ്ധാനങ്ങളുടെ നിഴൽ. ഇതാണ് നമ്മുടെ ജീവിതത്തെ ആകത്തുകയായി പരിശോധിക്കുന്നത്. ഈ വഴികളിലൂടെ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനായ എന്നെ നിങ്ങളെ സഹായിക്കണം. അപകടകരമായ ഒരു മേഖലയിൽ 30-ാമത്തെ വയസ്സിൽ കടന്നുപോയ ഒരു മനുഷ്യൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ അവൻ അപകടകരമായ സ്ഥലങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് രക്ഷ നമുക്ക് സാധ്യമായത്. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.